പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 5-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയവുമായി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതൽ. സ്തോത്രം. ദൈവം ഏറ്റവും അധികമായി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരിക. നമുക്കറിയാം, യേശുവിനെ അടക്കം ചെയ്ത് കഴിഞ്ഞ്, യേശുവിൻ്റെ ശവശരീരം അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾ ഒരുക്കപ്പെട്ട വസ്തുക്കളുമായി, വാങ്ങിച്ചു കൂട്ടിയ വസ്തുക്കളുമായി, സുഗന്ധവർഗ്ഗങ്ങളായി അവിടേക്ക് കടന്നുപോയി. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരികയും ദൈവത്തോട് അതേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുക്കത്തോടുകൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതേ 10 കന്യകമാരുടെ ഉദാഹരണം വചനത്തിൽ പറയുമ്പോൾ 5 പേർ ഒരുക്കമുള്ളവരായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരുക്കപ്പെട്ട ഹൃദയമായി അതേ ഒരുങ്ങിയിരിക്കുന്ന ഒരു അനുഭവമാണോ? മണവാളനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്തു തരാൻ പോകുകയാണ്. ഒരുക്കപ്പെട്ട ഹൃദയവുമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ട ശക്തി പകർന്ന് അവരുടെ ബലഹീനതകളിൽ അവരെ ബലത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആകയാൽ ഒരുക്കി നമുക്ക് കാത്തിരിക്കാം. എന്തിനാ? ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് കാണുവാൻ. സ്തോത്രം. ഉപവസിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദൈവവൈതലേ, വചനം പറയുന്നു, കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഈ നാളുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അതേ ഇതിന്റെ മറുപടി സ്വീകരിച്ചുകൊണ്ട് കഴുകന്മാരെ പോലെ അതേ പറന്നുയരുവാൻ, അതേ പ്രതികൂലത്തിന് നടുവിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇന്നത്തെ പകൽക്കാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.